40 വർഷമായിരുന്നല്ലോ ഒരാൾ തയ്ക്കൽ തുടങ്ങിയിട്ട്. എന്നിട്ട് സമ്പാദ്യമായിട്ട് ഒരു വസ്തുവും കയ്യിലില്ലല്ലോ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ തയ്യൽ ബിസിനസ് ചെയ്ത് വീടുണ്ടാക്കി മക്കളെ കെട്ടിച്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരും. എനിക്കൊന്നും കയ്യിലില്ല. തയ്യലൊക്കെ അറിയാം, പക്ഷേ മെഷീന് മുന്നിലിരിക്കാൻ ഭയങ്കര മടിയാണ്. ഒന്നും ചെയ്യാൻ തോന്നണില്ല. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കുറേ കമൻസാണ് കേട്ടോ ഞാൻ ഈ വായിച്ചെന്നത്. ഈ കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതേ, നിങ്ങൾക്കാർക്കും വേണ്ടത് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് മാത്രമല്ല, മറിച്ച് തയ്യൽ മെഷീൻ്റെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു വലിയ മാനസികോർജ്ജമാണ് കേട്ടോ വേണ്ടത്. ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു മോട്ടിവേഷനാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയത്. ഇങ്ങനെ ഒത്തിരി നാളായി തയ്ക്കൽ തുടങ്ങിയിട്ടും കയ്യിലൊന്നും ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. കടുത്ത മടി കാരണം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്തതിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടോളിട്ടെന്നാൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ മാറ്റാൻ പോകുന്ന, നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ച് തയ്യലിലൂടെ വൻ വിജയം നേടാൻ സഹായിക്കണ ദി പവർ ഓഫ് പോസിറ്റീവ് അഫർമേഷൻ അഥവാ ശുഭചിന്തകളുടെ ശക്തി എന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു യഥാർത്ഥ ജീവിത കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണണേ. ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പം ഞാനൊരു യഥാർത്ഥ ഒരാളുടെ കഥ പറഞ്ഞിട്ട് നിങ്ങളോട് തുടങ്ങട്ടോ. നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു കഥയാണ് കേട്ടോ ഞങ്ങളോട് പറയാൻ പോണത്. നമുക്ക് തൽക്കാലം ആ ഒരു വ്യക്തിനെ നമുക്കൊരു ആതിര എന്ന് ഒരു പേരിട്ട് വിളിക്കാം. നിങ്ങളൊക്കെ പോലെ തന്നെയാണ്, അവൾ നന്നായി തയ്ക്കാൻ അറിയുന്ന ഒരാളാണ്. ഒരു സാധാരണ വീട്ടമ്മയാണ് കേട്ടോ ഈ ആതിര. പക്ഷേ രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ മുതൽച്ച് ഓളെ മനസ്സിലെ ചിന്ത നെഗറ്റീവ് ചിന്തയാണ്. ഇന്ന് തയ്ക്കാൻ ഒട്ടും മൂടില്ല, ഞാൻ എത്ര തയ്ച്ചാലും ആളുകൾക്കൊന്നും കുറ്റം മാത്രമേ പറയാനുള്ളൂ, എനിക്കതുകൊണ്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല, ഇങ്ങനെ എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫലം എന്താ ഉണ്ടായത് അറിയോ? അവളെ മടി കൂടി വന്ന് തയ്ച്ച വസ്ത്രങ്ങൾക്കൊന്നും ഒരു ഫിനിഷിങ്ങും ഇല്ലാതായി, കസ്റ്റമേഴ്സൊക്കെ കുറഞ്ഞ്. അങ്ങനെ ഇരിക്കെ ആദ്യം ദിവസം ഉണ്ടല്ലോ പോസിറ്റീവ് അഫർമേഷനെ പറ്റി കേട്ടിട്ടോ. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമ്മളതിലേക്ക് പറയുക, അഥവാ നല്ല ചിന്തകൾ മാത്രം ദിവസവും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണ ഒരു രീതിയാണിത്. അവളെ ചിന്താഗതിയൊക്കെ പൂർണ്ണമായും മാറ്റിമറിക്കാനായിട്ട് തീരുമാനിച്ചിട്ടോ. അവിടെ ദിവസവും രാവിലെ നീച്ചിരുന്നിട്ട് മെഷീൻ്റെ മുമ്പിലിരുന്നിട്ട് അവളിങ്ങനെ ഓളെ മനസ്സിനോട് തന്നെ പറയും, ഞാൻ തയ്ക്കുന്ന വസ്ത്രങ്ങളൊക്കെ അതിമനോഹരമായതാണ്, എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്, എൻ്റെ അധ്വാനത്തിൻ്റെ തക്കതായ വരുമാനം എനിക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഓൾ എന്നും എല്ലാ ദിവസവും ഓളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ലളിതമായിട്ട് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം. നമ്മളാരും വലിയ കൂസാക്കൊന്നുമില്ല കേട്ടോ അതിനെ. അങ്ങനെ പക്ഷേ ഈ ചിന്തകൾ അവളെ തലച്ചോറിന് തന്നെ ഉണർത്തി കൊണ്ടുവന്ന് മടി മാറി അവൾ കൂടുതൽ താല്പര്യത്തോടെ തയ്ക്കാനും തുടങ്ങിയിട്ടു. തയ്യലിൻ്റെ ഫിനിഷിങ് വന്ന് പുതിയ പുതിയ ഡിസൈനുകൾ പരീക്ഷിക്കാൻ അവൾക്ക് ധൈര്യം വന്ന് ഇന്ന് സ്വന്തമായിട്ട് ആതിര ഒരു ചെറിയ ബോട്ടിക്ക് നടത്തുന്നുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ ഒരൊറ്റ കഥ. പലരും പറയാറുള്ളൊരു കാര്യമാണ് കേട്ടോ, ഞാൻ എത്ര തന്നെ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒന്നും ഉണ്ടാക്കാൻ കഴിയണില്ലല്ലോ എന്ന്. ഓർക്കുക, നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും സങ്കടപ്പെടുകയാണെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങളെ ശരീരത്തിൽ പ്രതിഫലിക്കുക. ഈ നെഗറ്റീവ് ഊർജ്ജം പ്രതിഫലിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാകുക അറിയോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ദാരിദ്ര്യത്തിന് നിങ്ങളെന്നെ ക്ഷണിച്ച് വരിച്ചതാണ് ജീവിതത്തിലേക്ക്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയാണ്. നിങ്ങളെ മനസ്സ് പറയും ദാരിദ്ര്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് ഇങ്ങനെ നിർത്തുകയാണ് നിങ്ങളെ മനസ്സ് ചെയ്യുക. ഉപബോധ മനസ്സിനോട് പറയാം ദാരിദ്ര്യം നമ്മൾ എൻ്റെ കടം വീടണേന്ന് പ്രാർത്ഥിക്കണതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സമ്പത്ത് നൽകണേ, സമൃദ്ധി നൽകണേന്ന്. കടം എന്നുള്ളൊരു വാക്ക് മാത്രമേ നമ്മളെ മനസ്സെടുക്കുള്ളൂ, അല്ലെങ്കിൽ സമ്പത്ത്. കടം എന്നിങ്ങനെ കേൾക്കുമ്പോൾ കടങ്ങനെ പെരുകും. നേരെ മറിച്ച് സമ്പത്ത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സമ്പത്ത് ഉയർച്ച ഉണ്ടാകുക. ഇനി തെളിച്ചുണ്ടല്ലോ നമ്മളൊക്കെ ഈ ശീലം ഒന്ന് മാറ്റണം. അതിനായി തയ്യൽ ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, തുടങ്ങുന്നതിന് മുമ്പുള്ള അഫർമേഷൻ. അത് നമ്മൾ പറയേണ്ടതാണ് കേട്ടോ. രാവിലെ തയ്യൽ മെഷീനെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഈ കണ്ണടച്ചിരിക്കണ ഈ 2 മിനിറ്റ് ഉണ്ടല്ലോ നമ്മളിതുപോലെ പറയാം, ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്ന വസ്ത്രം വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഇത് പെർഫെക്റ്റ് ആയിരിക്കുക തന്നെ ചെയ്യും, ഇത് വാങ്ങുന്ന ആൾക്ക് ഒരുപാട് സന്തോഷമാകും. ഇത് പറയുമ്പോൾ
നിങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറയും. അപ്പം നമുക്ക് തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് വാക്കുകളിലെ മാറ്റം. എനിക്ക് തയ്ക്കാൻ വലിയ പാടാണ്, മടിയാണ്. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വയം ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അത് നമ്മളെ മനസ്സിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും കേട്ടോ. നമുക്ക് തോന്നും ഇതൊക്കെ ചെറിയ ചെറിയ വാക്കുകളല്ലേന്ന്, പക്ഷേ ഈ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. പിന്നെ മൂന്നാമത്തെ നന്ദി പ്രകടിപ്പിക്കുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. 40 വർഷമായിട്ടും കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇത്രയും കാലം ഒരു കുറവും കൂടാതെ ജീവിക്കാൻ ഈ തയ്യൽ സഹായിച്ചിട്ടില്ലേ? മക്കളെ വളർത്താൻ കഴിഞ്ഞില്ലേ? അതിന് ആദ്യമേ ഈ തയ്യൽ മെഷീനും തയ്യൽ കലയോടും നിങ്ങളുടെ മെഷീനോടൊക്കെ ഈ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞതിന് നമ്മൾ ദൈവത്തോടൊന്ന് നന്ദി പറയാം. ആ നന്ദിയോടുള്ള മനസ്സ് നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്ത് എത്തിക്കും. ഏത് കാര്യത്തിനും നമ്മൾ നന്ദി പറയണം. അൽഹംദുലില്ലാ, റാഹത്തല്ലേ. ഏത് കാര്യത്തിനായാലും നമുക്ക് തന്നതിന് നമ്മൾ മുകളിലുള്ളവനെ നോക്കിയിട്ട് എനിക്കതില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം നമ്മളെ താഴെയുള്ളവനെ നോക്കിയിട്ട് ഓനേക്കാളും നമുക്കിതില്ലേ, അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് എപ്പോഴും ദൈവത്തോട് നന്ദി പറയാം. ഇനി പറഞ്ഞു തരാൻ പോണത് ഈ മടിയൊക്കെ മാറ്റി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില സൂത്രങ്ങളാണ് കേട്ടോ. തയ്യൽ അറിയാമെങ്കിലും മെഷീന് മുന്നിലേക്ക് ഇരിക്കാൻ തോന്നാത്ത ഈ മടി ഉണ്ടല്ലോ നമ്മളെ, ഈ ചില പ്രായോഗികമായ ഒരു പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ആ മടി മാറ്റിയെടുക്കാം. അങ്ങനത്തെ കുറച്ച് വഴികൾ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന്, മെഷീൻ്റെ ഏരിയ മുഴുവൻ മനോഹരമാക്കുക. ഇരുണ്ട ഒരു കോണിൽ മെഷീൻ ഇട്ടിരിക്കുകയാണെങ്കിൽ അതാർക്കും തയ്ക്കാൻ തോന്നില്ല. നല്ല വെളിച്ചമുള്ള കാറ്റ് കടക്കണ ഒരിടത്തേക്ക് മെഷീൻ നമ്മൾ എടുത്ത് മാറ്റുക. അവിടെ ഒരു ചെറിയ ചെടിയോ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് കോട്ട്സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വെക്കുക. അടുത്തൊരു ടിപ്പ്, ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക, സ്മോൾ ഗോൾസ് ആയിട്ട്. ഇന്ന് ഞാൻ 5 ബ്ലൗസ് തയ്ക്കുമെന്ന് വിചാരിച്ച് പേടിച്ചാൽ നമുക്ക് മടി വരും. അതിന് പകരം ഇന്ന് ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ കൈകൾ മാത്രം തയ്ക്കുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കട്ടിങ് മാത്രം ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ തീർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് വലിയ വലിയ മടിയെ മാറ്റി തരും. നമുക്ക് സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമതായിട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് കോഡ്സുകളോ പോസിറ്റീവ് പോഡ്കാസ്റ്റുകളോ ചെറിയ ചെറിയ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുക. തയ്ക്കുമ്പോൾ മടുപ്പ് വരാതിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പാട്ടുകളോ പ്രചോദനം നൽകുന്ന പ്രഭാഷണങ്ങളോ കേട്ടുകൊണ്ട് തയ്ക്കുക. സമയം പോകുന്നത് അറിയുന്നില്ല എന്ന് മാത്രമല്ല, മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കുകയും ചെയ്യും. നിങ്ങളെ നഷ്ടബോധത്തെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ നല്ല കാലം എന്നാണെന്ന് ചിന്തിക്കുക. അയൽക്കത്തെ ആൾ വീടുണ്ടാക്കി, മറ്റേ ആൾ കാറ് വാങ്ങി, ഞാനിപ്പോൾ എവിടെ എത്തണില്ല എന്നുള്ള ഇത്തരം തോന്നലുകളില്ല താല്പര്യമില്ലായ്മകളൊക്കെ നിങ്ങളെ മനസ്സിനെ തകർത്ത് കളയും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ കടന്നു പോണ വഴികളിലൂടെ മറ്റാർക്കും അറിയില്ല. ഇത്രയും കാലങ്ങൾ കുടുംബത്തിൽ നിന്ന് വേണ്ടി ജീവിച്ചില്ലേ, ഇനി നിങ്ങൾക്കും വേണ്ടി ഒന്ന് ജീവിക്കാൻ തുടങ്ങുക. ഒരുപാട് ആൾ അനുഭവം പറഞ്ഞ പോലെ 40 വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അതൊരു വമ്പൻ അറിവാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇല്ലാത്ത കൈപുണ്യവും വേഗതയും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ആ കഴിവിനെ മാനിക്കുക. ഇതുവരെ ഒന്നും നേടിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്നത്തോടെ ഈ നിമിഷത്തോടെ അങ്ങ് ആ ചിന്തയൊക്കെ ഉപേക്ഷിക്കുക. ഇനി ഞാൻ നേടാൻ പോവുകയാണെന്ന് ചിന്തിക്കുക. ഇതിൻ്റെ ഏറ്റവും നല്ല കാലം എന്നാണ് എന്ന് നമ്മൾ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. ഈ പോസിറ്റീവ് ചിന്തയോടെ ഒരു പുതിയ തുണിയെടുത്ത് നമ്മൾ വെട്ടി തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റം ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മടിയോ നഷ്ടബോധമോ തോന്നുമ്പോഴൊക്കെ ഈ വീഡിയോ വീണ്ടും വീണ്ടും എടുത്തിങ്ങനെ കാണുക. നിങ്ങളുടെ മനസ്സിൻ്റെ പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നിറയ്ക്കുക. ഇന്ന് മുതൽച്ച് ദിവസവും രാവിലെ മെഷീന് മുന്നിലിരുന്ന് നിങ്ങൾ സ്വയം പറയാൻ പോകുന്ന ആ പോസിറ്റീവ് വാചകം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കാത്തിരിക്കും. എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ കാത്തിരിക്കും. നിങ്ങൾ ഓരോരുത്തരും രാവിലെ എന്തൊരു അഫർമേഷനാണ് അല്ലെങ്കിൽ എന്ത് പോസിറ്റീവ് വാചകമാണ് ഈ ഒരു വീഡിയോ കണ്ട് മുതൽച്ച് എന്നും രാവിലെ മെഷീൻ്റെ മുന്നിലിരുന്ന് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളെപ്പോലെ തന്നെ വിഷമിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നമുക്കൊക്കെ ഒരുമിച്ച് വളരാൻ, പോസിറ്റീവായി ചിന്തിക്കാം. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണും വരെ ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യട്ടോ.